ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തേപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമുക്ക് ഒരാളോട് ഇപ്പോൾ ഇഷ്ടം തോന്നി വിചാരിക്കുക. ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുക ആൾ നമ്മൾ നല്ല രീതിയിൽ തേച്ചു എന്ന്. അതുപോലെ തന്നെ ചില സമയത്ത് തോന്നില്ലേ മറ്റേ ആൾക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്, ലവാണ് ഇതൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് റൊമാൻറ്റിക് ഫീലിങ്ങൊക്കെ തോന്നുന്ന സമയത്ത് അവർക്കും തിരിച്ചതുണ്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും അവസാനം മനസ്സിലാവുക അവർ നമ്മളെ സഹോദരനായിട്ട് സുഹൃത്തൊക്കെ ആയിട്ട് കരുതിയിട്ടുണ്ടാവുക. അല്ലേ? അതായത് നമുക്ക് കുറേ സഹോദരിമാരും കുറേ ഗേൾ ഫ്രണ്ട്സും ഉണ്ടായിരിക്കും. നമ്മൾ ഇങ്ങനെ പറയുന്ന ഗേൾ ഫ്രണ്ട് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷേ അത് നമ്മുടെ റൊമാൻറ്റിക് വൈബുള്ള അപ്പുറത്തുനിന്ന് നമ്മളോട് റൊമാൻറ്റിക് വൈബ് പോകുന്ന ആൾ ആയിരിക്കില്ല, നമ്മൾ കുറേ ചിന്തിച്ച് കൂട്ടിയതായിരിക്കും എന്നൊക്കെ തോന്നുന്ന സംഗതിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരു സംഗതിയാണ് ഇതുള്ളത്. ഇനി വേറെ രീതിയിൽ എടുക്കട്ടോ, ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഗുണം ചെയ്യൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ ഗുണവും ചെയ്യൂല. അപ്പോൾ നോക്കാം, ഞാൻ എൻ്റെ കുറച്ച് പേഴ്സണൽ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഈ സംഗതിയെ, ഈ ഒരു വിഷയത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ജനറലായിട്ട് നമ്മളെല്ലാവർക്കും ഇങ്ങനെ ആയതുകൊണ്ടാവും സംഭവിക്കണമെന്ന് പറയാൻ പറ്റണമെന്നില്ല. നമുക്ക് നോക്കാം എന്താ സംഭവം. അപ്പോൾ നിങ്ങൾ ഈ MBTI മയേഴ്സ് ബ്രിഗ്സിലൊക്കെ എത്ര പരിഗണിക്കുന്നുണ്ട് അതിനൊന്നും എനിക്കറിയില്ല. പല തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഈ സമൂഹത്തിലുണ്ടല്ലോ. അപ്പോൾ 16 തരത്തിലുള്ള വ്യക്തികളുണ്ട് സമൂഹത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അത് ചിലവർ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവും, അന്ന് വിശ്വസിക്കുന്നുണ്ടാവില്ലായിരിക്കും. എന്തായാലും ഇൻട്രോവേർട്ടുകൾ, എക്സ്ട്രോവേർട്ടുകൾ അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ട്. നമ്മൾ കോഗ്നിറ്റീവ് ഫങ്ഷൻസൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ധാരണ കിട്ടുന്നുണ്ടായിരിക്കും. അതും ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കുറച്ചുകൂടി അത് ഗുട്ടൻസുള്ളൊരു സാധനമാണല്ലോ തോന്നുന്നുണ്ടായിരിക്കാം പലരും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംഗതി വെച്ച് പറയട്ടെ. എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നണത് എങ്ങനെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാവണമെന്ന് തോന്നുമ്പോഴാണ്. ഞാൻ പറയുന്നൊരു കാര്യം അയാൾ അത് ഇങ്ങനെയാണല്ലേ സംഭവം എന്ന് അറിയാൻ ശ്രമിക്കുകയും അതുപോലെ തിരിച്ച് എന്നോട് സംസാരിക്കുകയും ചെയ്യുന്ന, എന്നാൽ ഒരു പ്രത്യേക വൈബും നമുക്ക് അടിക്കൂട്ടോ, ഒരു ഗട്ട് ഫീലിംഗ് ആളോടാണ് നമുക്ക് ഇഷ്ടം തോന്നുക. ഈ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് റൊമാൻറ്റിക് ഇഷ്ടമാണോ അല്ലേ എന്നൊന്നും അറിയില്ല. നമുക്കൊരു ഇഷ്ടം തോന്നും, ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അങ്ങനെയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഇതാണ് എനിക്ക് ഒരാളോട് ഇഷ്ടം വരാനുള്ള ഒരു ബ്രിഡ്ജ്, ഒരു പാലം എന്ന് പറയുന്നത്. ആ പാലത്തിൻ്റെ ഒരു സൈഡ് ഞാനും മറ്റേ സൈഡ് അയാളും, ഞങ്ങൾ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ സംഗതി കുറച്ച് രസമായിട്ട് അങ്ങനെ രസമായി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ജാരിതല്ല, പലപ്പോഴും എന്താ വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ തന്നെ തുടങ്ങാം. ഡീപ്പായിട്ടുള്ള കണക്ഷൻസാണ് വാല്യൂ ചെയ്യുന്നത്. ഈ ഡീപ്പ് കണക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, തുറന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, കേൾക്കാൻ ശ്രമിക്കുക, അതുപോലെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതായത് മീനിങ് ഫുള്ളായ ഒരു റിലേഷൻഷിപ്പ് ആവണം എന്നൊരു സാധനമായിരിക്കും. അപ്പോൾ ഈ മീനിങ് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ പലർക്കും ഒരു സംശയമായിട്ടായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഒരു റിലേഷൻഷിപ്പ് മീനിങ് ഫുൾ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മീനിങ് ഫുൾ ആവുക എന്ന് പറയുമ്പോൾ പല ആളുകളും നമ്മൾ ഹൈ ബൈ റിലേഷൻഷിപ്പുകളായിരിക്കും അല്ലേ. എൻ്റെ റിലേഷൻഷിപ്പുകൾ അങ്ങനെയല്ല, പൊതുവേ ഹൃദയത്ത് തട്ടിയുള്ള അത്രയും ചങ്കുകാരുള്ള ആളുകളായിരിക്കും. പിന്നീട് നമ്മൾ വലുതായി വരുന്ന സമയത്ത് മനസ്സിലാവുക നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാവും. ഞാൻ അതിനെ വെറുതെ വിക്ടിം കാർഡ് വെച്ച് പറയണതല്ല, എല്ലാവരും ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ ഒറ്റയ്ക്കാണെന്ന റിയലൈസേഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്കത്. ആരൊക്കെ ഉണ്ട് എന്നുള്ള തോന്നലിലൊക്കെ മനസ്സിലാവും, ആരുമില്ല, അവർക്കും ആരുമില്ല, ഇവക്കും ആരുമില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഞാൻ എന്തായിക്കോട്ടെ, ഞാൻ ഇവിടെ പറഞ്ഞത് മീനിങ് ഫുള്ളായ റിലേഷൻഷിപ്പ്, അത് ഇങ്ങനെയുള്ള മീനിങ് ഫുള്ളായ റിലേഷൻഷിപ്പ് രംഗത്തെ വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള കണക്ഷൻ, ഈ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംഗതിയാണ് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ മൈൻഡിൽ വിചാരിക്കുന്നത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. കാരണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇഷ്ടമാണ് ഇതല്ലോ. അതേപോലെ തന്നെ അതിലൂടെ, ആ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഒരു ഇമോഷണൽ സാധനങ്ങൾ ഉണ്ടായെടുക്കുന്നത്. എനിക്ക് പലപ്പോഴും സംശയം വരുന്നത് തുടക്കത്തിൽ തന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ സ്പാർക്കുമ്പോൾ അടിക്കുന്നുണ്ടോ, ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ല, GUT, ഗട്ട് ഫീലിംഗ്, അങ്ങനെ ഒരു സംശയം ഉണ്ട് കേട്ടോ. അതായത് കമ്മ്യൂണിക്കേഷന് മുമ്പ് തന്നെ ഫീലിങ്സാണോ വരുന്നത് എന്നൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരാളുടെ ഒരു വീഡിയോ കാണുക വിചാരിക്കുക, അപ്പോൾ നമുക്ക് സെറ്റാവുന്ന ഒരു വൈബ് എന്ന് ഇപ്പോൾ നമുക്ക് തോന്നിയിട്ട് അയാളോട് ഒരു പക്ഷേ ഇഷ്ടം തോന്നും. അയാൾ നേരിട്ട് കാണണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനൊരു അസുഖമൊക്കെ ഉണ്ട്. ഡ്രീമേഴ്സിന് ഞാനീ പറഞ്ഞ സാധനം മനസ്സിലാവുന്നുണ്ടോ,
ഇങ്ങനെ സ്വപ്നം കാണൂല്ലേ, ഇമാജിനേഷനൊക്കെ ഹൈ ആയിട്ടുള്ള ആളുകൾക്ക്, വാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് പിടിയിട്ട് തോന്നുന്നു, അല്ലാത്തവർക്ക് ഇത് പിടിയിട്ടില്ല, എന്ത് പ്രാന്തതര പറയും തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഞാനൊരു INFP കാറ്റഗറിയിലുള്ള ഒരാളാണ്. INFP, അതിൻ്റെ കൂടെ INFP-T, പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരാൾ. ടെൻഷനല്ല കേട്ടോ T, നമ്മൾ പറഞ്ഞു ടെൻഷൻ അടിക്കുന്ന ഒരാൾ കൂടെ ആയതുകൊണ്ട് എനിക്ക് ആ സെറ്റാവുന്ന വൈബ് തോന്നണമെങ്കിൽ ഭയങ്കര പാടാണ് അത്. അപ്പോൾ അങ്ങനെ പിന്നെ വല്ലാണ്ട് ഡ്രീം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനൊരു കാര്യമുണ്ട്. പക്ഷേ നമുക്കൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് ഈ സാധനം ഒന്നും ഉണ്ടാവണമെന്നില്ല. അവൾ അയാളുടെ സഹോദരനോ ബെസ്റ്റ് ഫ്രണ്ടോ ഒക്കെ ആയിരിക്കും, അവരങ്ങനെയൊക്കെ പറയാം. ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, ചങ്കാണ്, ബെസ്റ്റിയാണ്. ആ ബെസ്റ്റി അല്ല കേട്ടോ, ഉദ്ദേശിക്കാനായിട്ടുള്ള ബെസ്റ്റി അല്ല. അങ്ങനെയുള്ള ഒരു സാധനമൊക്കെ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്തെ നിങ്ങളെങ്ങനെ ഉദ്ദേശിക്കണമെന്നെങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ പറ്റേ. പിന്നെ ബൗണ്ടറികൾ പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കും. ബൗണ്ടറികൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, എന്നെ സംബന്ധിച്ചോളം മാരേജ് എന്ന് പറയുന്നത്, ഞാൻ മാരീഡ് അല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം മാരേജ് എന്ന് പറയുന്നത്, ഞാൻ കല്യാണം കഴിക്കാൻ പേടിക്കുന്നൊരു മനുഷ്യനാണ്. മാരേജ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെന്ന് വെച്ചാൽ ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതിലൊരു ഇമോഷണൽ സംഗതി ഉണ്ടാക്കിയെടുത്ത് ഉണ്ടാവും. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയണത്, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുണ്ടായി, നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുത്ത് അതിലൊരു ഇമോഷണൽ സംഗതി ഉണ്ടാക്കി, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന സാധനം മാരേജിലോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചാൽ നമ്മൾ പലപ്പോഴും അത് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ കല്യാണം കഴിച്ച് എന്ത് രസമായിരിക്കുന്ന ഒരു സംഭവം. പക്ഷേ പലരുടെയും ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു റൊമാൻറ്റിക് വൈബ് മറ്റുള്ളവരോട് തോന്നണമെങ്കിൽ നമ്മൾ പലതും ഹൈഡ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട് തോന്നണം. അതായത് നമ്മൾ വളവളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പുറത്തുള്ള ആൾക്കത് സെറ്റാവണമെന്നില്ല. അവർക്ക് ആ റൊമാൻറ്റിക് വൈബ്, ആ പാഷനൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അവർ ഫിസിക്കലി ഉള്ള കുറേ ഫീച്ചേഴ്സൊക്കെ നോക്കുന്നു. അതായത് നമ്മളെങ്ങനെ ചിരിക്കുന്നത്, നമ്മുടെ ലിപ്പ് മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഞാനിത് ബോഡി ഷേമിങ്ങിൻ്റെ കാര്യമില്ല കേട്ടോ പറഞ്ഞു, അതൊന്നും നല്ല ഇവിടുത്തെ വിഷയം. അത് ആ രീതിയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, പക്ഷേ എൻ്റെ മെയിൻ ഫോക്കസ് അതല്ല. അപ്പോൾ എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈ സമൂഹത്തിൽ സെറ്റാവുന്ന കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളങ്ങനെ ഒരാളെ കണ്ടെത്താൻ ചിലപ്പോൾ കുറേ ടൈം എടുക്കണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എപ്പോഴും ഒരു സീക്രസി ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവില്ല. അതായത് എല്ലാം ഓപ്പണായിട്ട് പറയാണ്ട് ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ച് എന്നിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾ അപ്പുറത്തുള്ള ആളെ വല്ലാണ്ട് പരിഗണിക്കണമില്ല, എന്നാൽ കുറച്ച് പരിഗണിക്കണ ലെവലിലുള്ള ആളുകളുടെ അടുത്താണ് എനിക്കിഷ്ടം തോന്നിയ ആളുകൾക്ക് റൊമാൻറ്റിക് വൈബ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ലെവൽ അവർ എടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എനിക്കിഷ്ടം തോന്നിയ ആളുകളുടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഭൂരിയോഗമല്ല മൊത്തം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യവും തുറന്നു പറയുന്ന ഒരാളെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള ഒരാളെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അടുത്ത സുഹൃത്തായിട്ട് അവർ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സഹോദരനായിട്ടോ ബെസ്റ്റ് ഫ്രണ്ട് ചങ്കും കയറിലൊക്കെ ആയിട്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ അവരെ പാർട്ട്ണറാവാൻ, അവർ റൊമാൻറ്റിക് പാർട്ട്ണറാക്കാൻ അല്ലെങ്കിൽ അവരൊരു ലവറാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് അത് മാത്രമാണോ റീസൺ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പൊതുവെ നമ്മുടെ പ്രാന്തം കൊണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, നിനക്കിപ്പോൾ അയാളെ ഇഷ്ടമാണെങ്കിൽ നീ എല്ലാം ഇങ്ങനെ തുറന്ന് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് തുറന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചോളം പറഞ്ഞു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം റിലേഷൻഷിപ്പിൽ എന്നൊരാഗ്രഹം ഉണ്ട് പറഞ്ഞില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ സംസാരിക്കരുത്, അപ്പോഴാണ് അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ. അത് ശരി. അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് ഓൺ ചെയ്യപ്പെടലുണ്ട്. അതിനെ തേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ട് എന്നുള്ള ലെവലിൽ. കാരണം പറഞ്ഞില്ല, ആളുകൾക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാവണമെങ്കിൽ അധികം വർത്താനം പറയാൻ പാടില്ല അത്ര, അധികം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല അത്ര. എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ മിതത്വം വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതായത് ഇതൊരു തന്നെ ഹുക്കാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒന്നിനെ പിടിക്കണ രീതിയിലൊരു ഹുക്കില്ല, ആ ഹുക്കാണ് ഇട്ട് എടുത്തിട്ട് എന്നിട്ട് എങ്ങനെയാണ് പിടിക്കുക. അപ്പോൾ ഇതൊന്നും പോകരുത് ലെവലിൽ. എൻ്റെ ഇത് അങ്ങനെയല്ല, ഇവർ വ്യക്തികളല്ല, ഇവർക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ ചെയ്തോട്ടെ. നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, തിരിച്ച് അയാളെ എക്സ്പ്രസ് ചെയ്യുക, ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആവുക. അപ്പോൾ ഇത് രസമായിരിക്കില്ലേ ഞാനിങ്ങനെ ആലോചിക്കണത്. പക്ഷേ അങ്ങനെയല്ല പൊതുവെ സംഭവിക്കല്. അപ്പുറത്തുള്ള ആൾക്ക് അതല്ല വേണ്ടത് എന്ന് പൊതുവെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ സാധനം എന്താ വെച്ചാൽ വളരെ ഐഡിയലിസ്റ്റിക് ആയ എക്സ്പെക്റ്റേഷൻസാണ്. എന്താ ഐഡിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അതായത് ഇങ്ങനെയായിരിക്കും ജീവിതം, അങ്ങനെയുള്ള കുറേ കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും പലപ്പോഴും കയറി വരും. പക്ഷേ ഇപ്പോൾ പിന്നെ കുറേ വയസ്സായതെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ആവണമെന്നില്ല അതൊരു സംഗതി കൂടി ഉണ്ട്. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആകും പലപ്പോഴും. അതുപോലെ ഫ്രണ്ട്സ് ഓൺ ചെയ്യപ്പെടും. ഇപ്പോൾ എന്താ അതിന് പറയാം, ഐഡിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം കേൾക്കും എൻ്റെ പാർട്ട്ണർ എന്നൊക്കെ പലപ്പോഴും തോന്നിയായിരുന്നു മുമ്പേയൊക്കെ. വീട്ടിൽ മനസ്സിലായത് അവർക്ക് നമ്മളോട് പറയാൻ ആഗ്രഹമില്ലാത്ത കുറേ കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ.
എല്ലാ കാര്യങ്ങളും അവർ ഇവിടെ പറയണമെന്നുണ്ട്. നമ്മളാരാണ്? ആരുമല്ല. അപ്പോൾ അവർക്ക് അവരുടെ സുഹൃത്തുക്കളോടോ അവർക്ക് റൊമാൻറ്റിക് വൈബ് പോകുന്ന ആളുകൾ അപ്പുറത്ത് വേറുണ്ടായിരിക്കും. നമ്മൾ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, വ്യക്തികളല്ലേ. അപ്പോൾ നമ്മളൊരു വ്യക്തിത്വം ഇപ്പോൾ ഇൻഡിവിജ്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കും. നമുക്ക് മനസ്സിലാവുക നമുക്കൊരാൾ ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് അയാൾക്ക് നമ്മളെ ഇഷ്ടമാവണം ഒരു നിർബന്ധമില്ല. നമ്മളോടിപ്പോൾ വേറൊരാൾക്ക് അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരാൾക്ക് നമ്മളോട് തിരിച്ചും റൊമാൻറ്റിക് വൈബ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊക്കെ മാറാം. അയാളുടെ ലൈഫിൽ വേറെ ആൾക്കാർ കയറി വരാം. അപ്പോൾ അയാളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുക വിചാരിക്കുക, ചിലപ്പോൾ കൊളീഗിനോട് ഇഷ്ടം തോന്നാം. അവർ നമ്മളൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒരു പക്ഷേ അങ്ങനെ തോന്നിയെന്ന് ചിലപ്പോൾ അവരത് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളതിൽ വെറുതെ സങ്കടപ്പെട്ട് പ്രാന്തായി അതെന്തോ അതങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പ്രാന്താവുന്നല്ലാണ്ട് വേറെ എന്തിപ്പോൾ കാര്യമുള്ളത്. ഞാൻ ആലോചിക്കണത് ഈ പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പറയുന്ന സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഇതല്ല ഇയാളാണ് വേണ്ടത്, അതായത് ഞാനാണ് വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കൂലേ. അതൊരു ചോയ്സാണ്. അങ്ങനെ ആയ അടിപൊളിയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റെന്താ വെച്ചാൽ നമ്മളൊന്നെ വാരിക്കെട്ടിയിട്ട് എൻ്റെ തക്കുടുമണി വേണ്ടിയിട്ട് എത്ര സ്നേഹം കൊടുത്ത് സ്നേഹം നമ്മൾ വിചാരിക്കുന്ന സാധനം കൊടുത്ത് ഇങ്ങനെ പിടിച്ചിരുന്നാലും അവർക്ക് ദേഷ്യമാവും. അത് നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ ബിരിയാണിയാണെന്ന്. അപ്പുറത്തുള്ള ആൾക്ക് ചിലപ്പോൾ ഈ ബിരിയാണി ഒന്നും എടുക്കണ്ടാവും. ചിലപ്പോൾ അവർക്കിത് ബിരിയാണി ആവില്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത ഫുഡായിട്ട് ഇത് മാറും. അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും ബിരിയാണി നിന്ന് അവർക്ക് വെറുക്കും ചെയ്യുന്നുണ്ടാവും, മടുപ്പ് പിടിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും വേറൊരു ടേസ്റ്റ് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ടേസ്റ്റ് പറഞ്ഞാൽ ഇമോഷണലായിട്ടുള്ള അതപ്പോൾ ഉണ്ടായത് ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഫിസിക്കലായിട്ട് ഇമോഷണലായിട്ടുള്ള ഫീലിങ്സൊക്കെ ആയിട്ടുള്ള വേറൊരു വൈബ് അവർ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. മനുഷ്യരല്ലേ പുള്ളി പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ഫ്രണ്ട്സ് ഓൺ ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോൾ പലപ്പോഴും പറയില്ലേ മുമ്പ് അതുണ്ടായിരുന്നു ഇപ്പോൾ അതില്ലാതൊക്കെ. അതായത് ചിലപ്പോൾ ഒരു ബൗണ്ടറി ഇല്ലാണ്ട് ഇവിടെ ഈ ബൗണ്ടറി ബ്ലർഡാണ് ഇവിടെ. എവിടെ വെച്ചിട്ട് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഒന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ നിർത്തണം അല്ലെങ്കിൽ എന്ത് പറയാൻ പാടില്ല എന്ത് പറയാൻ പാടില്ല കൂടെ വിഷയമാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഫ്രീ തിങ്കിങ് സ്വതന്ത്രമായ ചിന്തയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും എന്താ വെച്ചാൽ ഇപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ പബ്ലിക് സ്പേസിൽ പറയുന്നുണ്ടായിരിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. കാരണം അവർക്കും ഉണ്ടാവില്ല എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഇരുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംഗതികൾ അവർക്കും ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയാവരുത്. ഈ സംഗതിയൊക്കെ ഒരു ഭയങ്കര വിഷയമായിരുന്നിട്ടത്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ സമൂഹം മൊത്തം നമ്മൾ അടച്ചാക്ഷേപിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഏത് കമ്മ്യൂണിറ്റിയോടാണ് ഇത് പറയുന്നത്, കമ്മ്യൂണിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇവിടെ വേറൊരു രീതിയിലല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഏത് ഓഡിയൻസിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്, അതാണ് ഇവിടെ ഞാൻ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ അത് വെൽക്കം ചെയ്യാൻ പറ്റാത്തൊരാശയമായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. കാരണം നമ്മളും മെച്ചപ്പെട്ട് വരില്ലേ, നമ്മുടെ ലൈഫിൽ പല സ്റ്റേജിലല്ലേ നമ്മളുണ്ടായിരിക്കുക. അപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ ഇല്ലായിരിക്കും. അവർ നമ്മളെ തെറി വിളിക്കുക കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ഈ കമൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു കോമഡി ആയിട്ട് നിൽക്കണ പോലെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ ആകുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഇയാളെന്തെങ്ങനെ ഇയാളോട് റൊമാൻറ്റിക് വൈബ് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്നൊരു അവസ്ഥയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ മെച്യൂരിറ്റി ഇല്ലാണ്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ കണ്ട് പല കള്ളന്മാരെയും കണ്ടിട്ടില്ലേ. അവർ എന്താ അവസ്ഥ വെച്ചാൽ അവർ വെൽ ഡ്രസ്ഡായിട്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് അവരൊക്കെ കള്ളന്മാരാണ് നല്ലതായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. വളരെ സെഡക്റ്റീവായിട്ടായിരിക്കും അവരുടെ പെരുമാറ്റ രീതികളൊക്കെ. നമ്മളെ കൊണ്ട് ഇത് പറ്റൂല. ആഗ്രഹമില്ല നടക്കാത്തോട്ടതല്ല വേണത് ചോദിച്ചാൽ നടക്കുക. പക്ഷെ അത് ശരിയല്ലാത്ത പോലെയൊക്കെ തോന്നൽ. പിന്നെ ഇവിടെ ഒരു പൊതുവെ നമ്മളൊരു പ്രാന്തും ദാരിദ്ര്യ കറ്റപ്പാടുണ്ടല്ലോ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോഴേ അവർക്ക് അപ്പുറത്തുള്ള ആളുകളായിട്ട് കമ്പാരിസൺ ഉണ്ടായിരിക്കും. മറ്റേ ആളുണ്ടോ എന്ത് കൂളായിട്ടായിരിക്കും, അവർ എല്ലാത്തിനും അങ്ങനെ റെസ്പോണ്ട് ചെയ്യണില്ല. അപ്പോൾ അവർക്ക് നമ്മളെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ് നിന്നിട്ട് അവരത് പറയുന്നില്ല. അങ്ങനെ കുറേ സാധനം ആയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഇതാണ്, നമ്മൾ സംസാരിക്കണോണ്ട് ഇടപഴകുന്നതിനുള്ള അവർ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന രീതിയിലാവാണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മളെ ഒരു ഫ്രണ്ടായിട്ടോ പ്രാന്തനായിട്ടുള്ളൊരു ചങ്കായിട്ടോ സൈക്കോ ചങ്കായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം മേ ബി. അടുത്ത് എനിക്കിങ്ങനെ കുറേ ബന്ധങ്ങൾ അങ്ങനെയല്ല പറയുന്നത്, ഒരു 4 ബന്ധങ്ങൾ പോയിട്ടുണ്ട്. ഇത് ബന്ധമല്ലായിരുന്നു വീടിയുടെ വെച്ചാൽ. അതായത് അവർക്ക് വിഷമാകുമ്പോഴാവും നമ്മളത് ഭയങ്കര ഫീലിങ്സൊക്കെ വെച്ച് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ അവിടെ സമയത്ത് പിന്നെ അവർക്ക് അവളെ വേണ്ട, അത് ഇവളെ അകരത്തട്ടെടുക്കുക. അവർക്ക് അവളെ ആവശ്യമില്ല. അവർക്ക് ഒരു സമയത്ത് അവരുടെ ലൈഫിൽ അവരൊന്ന് സ്റ്റക്കാവുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനുള്ള എന്തോ ഒരു ചെറിയൊരു ഊന്നുവടി മാത്രമായിരുന്നു നമ്മൾ. ആ വടി കൊണ്ടൊരു തല്ലിയിട്ടാവും ചിലപ്പോൾ ഒരു ബോർഡുണ്ടായിരിക്കും. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കില്ലേ ആളുകളുടെ, അങ്ങനൊരു സംഗതിയൊക്കെ. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഫ്രണ്ട്സ് ഓൺ ചെയ്യപ്പെട്ടേക്കാം.
പിന്നെ അതിൽ വേറൊരു സംഗതി അതന്നെ ഓരോരുത്തരുടെയും പ്രതീക്ഷകളുണ്ടാവില്ല. ആ പ്രതീക്ഷകളെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുമ്പോൾ ഫ്രണ്ട് സോൺ ചെയ്യപ്പെട്ടേക്കാം. അടുത്ത് വളരെ പിന്നെ വേറെ സംഭവം എമ്പത്തറ്റിക്കായ നേച്ചറാണ് പൊതുവേ INFP. എനിക്ക് വളരെ എമ്പതി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എത്ര തെറി വിളിച്ചാലും അങ്ങനത്തെ തെറി വിളിക്കൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ പെരുമാറുമ്പോൾ വേറെ കിളി മാറിയിട്ടൊക്കെ നമ്മൾ ഇരിക്കണ്ടാവുക. പക്ഷെ അങ്ങനെയാണെങ്കിലും എനിക്ക് 10 മിനിറ്റ് ടൈം കൊണ്ട്, കാരണം നമ്മുടെ മൈൻഡിൽ വേറെ ചിന്തയായിരിക്കും, വേറെ എന്തെങ്കിലും ടെൻഷനിലൊക്കെ പെട്ട് കിടക്കുകയായിരിക്കും. പെട്ടെന്ന് നെർവസ് ആവും എന്ന് പറഞ്ഞല്ലോ, ഇൻട്രോവേർട്ടാണ്, അങ്ങനെ കാര്യമുണ്ട്. അപ്പോൾ പക്ഷെ വളരെ എമ്പത്തറ്റിക്കാണ് ഞാനത്. എന്താ പറ്റിയത്, എന്താ കാര്യം, അങ്ങനെ ഓവറായിട്ട് എമ്പത്തറ്റിക് ആവും. അപ്പോൾ അവർക്കത് അവരുടെ ഫ്രീഡത്തിലുള്ള കടന്നു കയറ്റായിട്ട് തോന്നി. ഇപ്പോൾ ഞാൻ കുറേ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സാധനം. അതുപോലെ ചില ആളുകളില്ലേ, അവരൊരു പട്ടിയുടെ വില കൂടി കൊടുക്കാത്ത ആൾക്കാരോരാൾക്ക് പല പെണ്ണുകൾക്ക് താല്പര്യം ഉണ്ടാവുക. നമ്മളവർ പരിഗണിക്കുമ്പോൾ നമ്മളോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് വേണം സുഹൃത്തായിട്ട്, ഒരു റൊമാൻറ്റിക് പാർട്ണറായിട്ട് അവർക്ക് അങ്ങനെയുള്ള ആളുകളെ വാണ്ടാതുള്ളതൊക്കെ എനിക്ക് പലപ്പോഴും ആകെ തോന്നിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ എമ്പതി കാണിക്കുമ്പോഴേ അവർക്ക് ആ ഒരു ഫീലില്ലാണ്ടേക്ക് തോന്നണം. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം വല്ലതും വേണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരാളെ എല്ലാം വേണ്ടി തോന്നണം. അവർക്ക് അവരെ തീരെ പരിഗണിക്കാത്ത, എന്നാൽ അയാൾ ഈ പരിഗണിക്കാത്ത ഒരാൾ പിന്നീട് ഭാവിയിൽ എനിക്ക് ഭക്ഷണം വേണോ ചോദിക്കും, എന്നെ കെയർ ചെയ്യുന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതായത് അവനവൻ്റെ ഫീലിങ്സിനെയൊക്കെ കൂടുതൽ മറ്റുള്ള ആൾക്ക് എന്താ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പാവം അങ്ങനെ പോലെ എന്നൊക്കെ വെച്ച് നമ്മളെ കെയർ ചെയ്യാണ്ട് അവരെ കെയർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം. എന്നുവെച്ചാൽ നമ്മൾ വലിയ ഡിവൈനാണ് എന്നല്ലട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും സെൽഫിഷാണ്, നമുക്ക് ഈ സെൽഫിഷ്നെസ് ഉണ്ട്, കാര്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് എന്താ പറയുന്നത് അതന്നെ. അപ്പോൾ നമ്മൾ സെൽഫ് കെയർ ചെയ്യേണ്ടി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ അവർക്ക് ആവശ്യമില്ല പലപ്പോഴും. പക്ഷേ ഇതിൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു സാധനം കേട്ടോ, ഞാൻ പറയുന്നത് നിങ്ങളത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. രോഹിത് ഉണ്ടല്ലോ, നമ്മൾ പ്രശ്നേഷ് എന്നൊക്കെ വിളിക്കുക, രോഹിത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ്. ആ രോഹിത്തെ വൈഫ് നമ്മൾ എനിക്കത് ആ സാധനം ആളുകൾ എത്ര അവർ ട്രോൾ ചെയ്താലും അവർ ഒരു കാര്യത്തിൽ എനിക്കത് വലിയ സന്തോഷമായി തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, അവനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ വൈഫുണ്ട്, അവരുടെ വൈഫിനെ സപ്പോർട്ട് ചെയ്യുക, അവർ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. 10-12 കൊല്ലം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ഒരാളാണെന്ന് പറയണത്, 10 കൊല്ലത്തിനടുത്ത് എന്തോ. എനിക്കത് ഭയങ്കര സന്തോഷമായി. അവരുടെ ആ വീഡിയോസ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, അവർ തമ്മിലുള്ളൊരു സംഗതി ഉണ്ടോ. എല്ലാവരും ഇങ്ങനെ ട്രോള് ഒക്കെ ചെയ്യണ സമയത്തും അവൾ കൂടെ ഉണ്ട്, തിരിച്ച് ഓനും അവളുടെ കൂടെ ഉണ്ട്. ആ സംഗതി തലിച്ചൊക്കെ അത് കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ അതേപോലെ പ്രവർത്തനം പറഞ്ഞ ആളാണ് നല്ല കേട്ടോ അതിനർത്ഥം. അപ്പോൾ ഞാനൊക്കെ ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ കിളി പറയുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കണമൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നമുക്കൊരു ഹോബീസ് ഉണ്ടെങ്കിൽ കുറേ ഇങ്ങനെ പ്രാന്തുകളൊക്കെ ആ വഴിക്ക് പോകുന്നു തോന്നണം. പിന്നെ വേറെ സാധനം നമ്മളിങ്ങനെ ഭയങ്കര സെൽഫ് റിഫ്ലക്ഷനും ഓവർ തിങ്കിങ്ങും ഒക്കെ ഉണ്ട്. ഓക്കെ, എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് അയ്യോ അയാൾക്കിനോട് സ്നേഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞത് പ്രശ്നമാവും, അവർക്കത് വിഷമമാവും, അല്ലെങ്കിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പ് അവർക്ക് നമ്മളോട് ഫ്രണ്ട്ഷിപ്പാണെങ്കിലോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ച് പലതും പറയില്ല. ചിലത് ഓവർ തിങ്ക് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെയാണ്, അവർക്ക് നമ്മളോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് നമ്മളോട് ഇഷ്ടമാണ്, ഇനി ഇപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ വേറെ ആരെങ്കിലും ലൈഫിൽ വരുന്നുണ്ട് അവർ ഇപ്പം തന്നെ പറയാതൊക്കെ പറഞ്ഞിട്ട് ഈ അനാവശ്യ സന്ദർഭത്തിൽ സാഹചര്യത്തിൽ ചിലപ്പോൾ വിളിച്ച് പറയും, അല്ലെങ്കിൽ പറയും. അത് ചിലപ്പോൾ അതോടുകൂടി ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും, അല്ലെങ്കിൽ അവരും പിന്നെ നമ്മളെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കാണുന്നുണ്ടായിരിക്കുക. അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നമാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യമുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ പോണ്, പലപ്പോഴും നമുക്ക് അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരുന്നു തോന്നുന്നു. അപ്പോൾ അവർക്ക് ഫ്രണ്ട്ഷിപ്പാണ് നമ്മളോട് താല്പര്യമെങ്കിൽ ആ ലെവലിൽ പോകുക. പക്ഷെ അപ്പോഴും എന്താ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ബൗണ്ടറി എവിടെയെന്ന് പലപ്പോഴും പിടികിട്ടൂല. ഞാനൊക്കെ സ്റ്റക്കായി പോയിട്ടുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം ഒക്കെ എനിക്ക് നല്ല സുഹൃത്തുക്കൾ കുറേ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു സൂര് പോയിട്ടുണ്ട്. അതെല്ലാം കൂടി ഈ കോഴിത്തരം കൊണ്ട് പോയതാണ് നല്ല കേട്ടോ, അത്തത് അങ്ങനെതല്ല, അറിയില്ല. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം, എപ്പോഴെങ്കിലൊക്കെ വരുന്നുണ്ടായിരിക്കും. പിന്നെ ചില ആളുകൾ എന്താ വെച്ചാൽ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷെ അപ്പോഴും മുമ്പ് സംസാരിച്ച അതേ ഫ്രഷ്നെസ് ഉണ്ടാവലുണ്ട്. അങ്ങനെയുള്ള ടീംസ് ആളുകളുണ്ട്. അതായത് ഡെയിലി സംസാരിക്കുന്ന രീതിയിലല്ല, കാരണം നമ്മൾ ഇൻട്രോവേർട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു ആഗ്രഹമാണ് കേട്ടോ, ഭയങ്കര ഉടായ്പാണെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ആഗ്രഹം ഇമോഷണലായിട്ടുള്ള മെച്യൂരിറ്റി ഉള്ള റിസപ്റ്റീവ് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് മൊത്തം റിസീവ് ചെയ്യണം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ച്, അങ്ങനെയല്ല. ഇപ്പുറത്തെ ഒരാൾക്ക് ഒരു ഇപ്പം എനിക്കെന്തെങ്കിലും സംസാരിക്കാൻ ഞാൻ വിചാരിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ അപ്പം പറഞ്ഞില്ലെങ്കിലും എൻ്റെ പാർട്ട്ണർ അവർ ഫ്രീ ആവുന്ന സമയത്ത്
പറയടാ, ഞാൻ ഈ കുറച്ച് നേരം തിരക്കിലായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ തിരക്കില്ല, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത് എന്താണെന്ന് ചോദിക്കുന്ന ഒരാൾ ചോദിച്ചാൽ മതി, സന്തോഷമാവും. ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കും പലപ്പോഴും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനല്ല, ചില സമയത്ത് നമ്മൾ മനുഷ്യരല്ലേ, നമ്മളത് ആ ഒരു കൺസിഡറേഷൻ ഉണ്ടായി മതി. അതായത് ഡോണ്ട് വെറി ഐ എം ഹിയർ എന്നൊരു തോന്നിക്കണ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇല്ലെങ്കിൽ എൻ്റെ അടി പതറും. അപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുന്ന ഒരാൾ അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളൊരു ചെറിയ രീതി അങ്ങനെ ഒരു പരിഗണിക്കുന്ന ഒരാളുണ്ടല്ലോ, അവർക്ക് അവരെ തിരക്കുണ്ട്. അപ്പോൾ നമ്മളിത് അവരുടേതായ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കും എന്താ പറ്റിയത്, എന്താ കാര്യം എന്ന് പറയാൻ പറ്റുന്നതാണ് അവർ പറയും എന്നും ഞാൻ മനസ്സിലാക്കണം. അല്ലാണ്ട് എല്ലാം നമ്മളോട് പറയണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാധനം. പിന്നെ പലപ്പോഴും നമുക്ക് ഈ ഫിയർ ഓഫ് റിജക്ഷൻ, കോൺഫ്ലിക്റ്റുകൾ തീരെ എനിക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴും പ്രശ്നമാണ് കേട്ടോ പലപ്പോഴും. അതായത് അയ്യോ ഇയാളായിട്ട് ഉടക്കുമോ, അയാൾക്കത് വിഷമാവോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവോ എന്നൊക്കെ വെച്ചിട്ട് പലപ്പോഴും എന്താ വെച്ചാൽ ഇഷ്ടമാണെന്ന് പറയൂല. ചിലപ്പോൾ എന്താ വെച്ചാൽ തുടക്കത്തിൽ എൻ്റെ ഇതായിട്ട് പറയുമോ, അതായത് നമ്മൾ ഭയങ്കര സെറ്റാണ് തോന്നുന്നു, സിങ്കാണ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നി ഈ സാമർത്ഥ്യമുള്ള ആളുകൾ, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണുകളെ അടിച്ചോണ്ട് പോകണതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ഉണ്ണാമണകനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ചിലർ ഇത് നേരത്തെ പറയേണ്ടതൊക്കെ അങ്ങനെയുണ്ട്. അപ്പം എന്താ ചെയ്യുക അറിയില്ല. പിന്നെ വേറെ കാര്യം പലപ്പോൾ തോന്നി, നമ്മൾ ഈ പറയുന്നതിൻ്റെ പ്രശ്നം അവർക്ക് പറയല്ല, ചെയ്ത് കാണിക്കണമെന്ന് വേണ്ടി തോന്നണം. അപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ സംസാരമല്ല വേണ്ടത്, പലർക്കും ചെയ്ത് കാണിക്കണം, അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഒരു റൊമാൻറ്റിക് രീതിയിൽ തന്നെ ഇമോഷണൽ കണക്ഷൻ അങ്ങനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് പുള്ളിക്ക് പറയുമ്പോൾ പലർക്ക് വേണ്ടി ഇമോഷണൽ കണക്ഷൻ അതല്ല, അവർക്ക് ഫിസിക്കലായിട്ടുള്ള നീഡ്സാണ് പല ആളുകൾക്ക് റിലേഷൻഷിപ്പിൽ വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സെക്സ് തന്നെ, അത് നമ്മൾ ഈ പറയുന്ന പാഷനേറ്റ് ആയിട്ടുള്ള സെക്സോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കാർണൽ ഡിസൈർസ് എന്നൊക്കെ പറഞ്ഞ ഈ സാധനം, അതിപ്പോൾ മോശമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ നമ്മൾ പറഞ്ഞ റൊമാൻറ്റിക് സംഗതിയിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സംഗതിയുടെ ഒരു അംശം കൂടി ഉണ്ട്, അതില്ല എന്നും പറയാൻ പറ്റില്ല. രണ്ടും ഒരു സാധനം തന്നെ, നമ്മൾ വേറെ രീതിയിൽ അവതരിപ്പിക്കണം മാത്രമേ അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മറ്റേതൊരു ലവ് ബേസ്ഡ് സംഗതിയാണ്, മറ്റേതൊരു ലസ്റ്റ് ബേസ്ഡ് ആണ് തോന്നണം. ചിലവർക്ക് ലസ്റ്റ് ബേസ്ഡ് സംഗതി നിന്നായിരിക്കും ലവ് ഉണ്ടായിരിക്കുക, ചിലവർ ലവ് എന്നായിരിക്കും ലസ്റ്റിലേക്ക് എത്തേണ്ടായിരിക്കും, അങ്ങനെ പലതും ആയിരിക്കും, എനിക്കറിയില്ല. എൻ്റെ ഇതിൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ബാക്കി എല്ലാ സാധനവും ഉണ്ടാവണത്. മറ്റേതൊരു അരക്ഷിതാവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ അടുത്ത് അവരെ ബൗണ്ടറികളെ, അവർക്ക് അവരുടേതായ ഒരു ബൗണ്ടറികൾ ഉണ്ടാവും. എത്രത്തോളം നമ്മുടെ ഇത് കമ്പനിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ പേഴ്സണലായ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ റിലേഷൻ നമ്മൾ വിചാരിക്കുന്ന ആൾ, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യാമെന്നൊരു സംഗതി ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ പ്രായമാവും തോറും നമുക്കിത് മനസ്സിലാവും. ഇത് ആളുകളൊക്കെ അവരുടേതായ ലൈഫിൽ തിരക്കിലാണ്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് പൊട്ടിപ്പോവുക, അടുത്ത ഒരാൾ കയറി വരിക എന്നൊക്കെ പറയുന്നത് ഒരേ സമയത്ത് ഒന്നിലധികം ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ ലോകത്ത്. നമ്മൾ ഈ പോളിഗാമിനെ കുറിച്ചിട്ടും അതും ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. പോളിഗാമി എന്നാണ് അതിൻ്റെ പേര് പറയുക. പല പാർട്ട്നേഴ്സിനും ഒരേ ടൈമിൽ ചിലവർ ബൈസെക്ഷലാവും, ചിലവർ അസെക്ഷലാവും. ബൈസെക്ഷലായിരിക്കും, ചിലവർ ഹോമോ ആയിരിക്കും, ലെസ്ബിയൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആ രീതിയിൽ എടുത്താൽ മതി എന്ന് തോന്നണം. ഇതൊന്നും വലിയ കാര്യമില്ല. ആളുകൾക്കൊക്കെ ചില ആളുകൾക്ക് വേണ്ടത് കുറേ കാശുണ്ടാക്കി ബാക്കിയൊക്കെ റെഡിയാവുന്ന, ചിലവർക്ക് അത്യാവശ്യം കാശ്, കരിയറിൽ അത്യാവശ്യം അടിപൊളി, അത്യാവശ്യം പരിഗണന, അങ്ങനെ സാധനം. ചിലവർക്ക് എന്താ വെച്ചാൽ ജീവിക്കാനുള്ള കാശുണ്ടാക്കുക, സമാധാനത്തോടെ ജീവിക്കുക. ചിലവർക്ക് വേറെ എന്തെങ്കിലും നല്ല കോൺട്രിബ്യൂഷൻ സമൂഹത്തിൽ കൊടുക്കണമെന്ന്. എനിക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമൂഹത്തിൽ എന്നൊക്കെ വിചാരിച്ചുള്ള ആളുകൾ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നും നമ്മുടെ ജീവിതം, നമ്മുടെ വീട്, നമ്മുടെ ഫാമിലി, അല്ലെങ്കിൽ ഞാനും എൻ്റെ പാർട്ട്ണറും എന്ന് ചിന്തിക്കുമ്പോൾ ഈ പാർട്ട്ണർ കൂടെ ഒരു ലൈഫ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അതൊരു ടീമായിട്ടേ ഒരു നെറ്റ്വർക്ക് പോലെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംഗതി കൂടി ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്. അങ്ങനെ ആവണമെന്നില്ല, ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യുന്നോ, അങ്ങനെ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഒരു ആർട്ടിൻ്റെമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു എൻ്റർപ്രൈസ് തുടങ്ങണമെന്നോ, അല്ലെങ്കിൽ ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങണം. അറ്റ്ലീസ്റ്റ് ഞാനൊക്കെ ബിസിനസ് തുടങ്ങിയാൽ പോലുമൊക്കെ പരാജയമായിരിക്കും, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ വെച്ചാൽ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പലപ്പോഴും ആയിരിക്കണം എനിക്ക് സെറ്റാവുന്ന ഒരാൾ ഒരു പക്ഷേ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും തോന്നുന്നു. കാരണം ഞാൻ ഇൻട്രോവേർട്ടാണല്ലോ. ഞാൻ ചില സമയത്ത് ഭയങ്കര ആംബിവേർട്ടറായ ലെവലിലൊക്കെ കയറിട്ടോ. കംപ്ലീറ്റ്ലി ഇൻട്രോവേർട്ടാണ്, നല്ല പൊതുവെ ഞാൻ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എനിക്ക് ENFJ ടൈപ്പ് പേഴ്സണാലിറ്റികളെ ഭയങ്കരമായിട്ട് സെറ്റാവും എന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും എന്നല്ല, ആണ് തോന്നുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഇപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചുള്ളൂ. പിന്നെ ഓരോ ഇൻഡിവിജ്വലും വളരെ യുണീക്കാണ്. നമ്മൾ അവരെ ആ യുണീക്ക്നെസ്സിലൂടെ റെസ്പെക്റ്റ് ചെയ്യാൻ, ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. അങ്ങനെ
അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. പിന്നെ എനിക്ക് വളരെ സന്തോഷം കിട്ടിയ ഒരു കാര്യം, ഞാനിപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൂടി എടുക്കാമെന്ന് വിചാരിക്കണമെന്നു. അയാൾ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അത് ഏത് രീതിയിൽ എടുക്കാമെന്നൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട്. അഥവാ കാണുകയാണെങ്കിൽ ഞാൻ ഒരാളുടെ വീഡിയോ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതായത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഭയങ്കര ഞാനിങ്ങനെ ഇങ്ങോട്ട് ഈ ഒരു എനിക്ക് പെട്ടെന്ന് നെർവസ് ആവുക, ഞാൻ ഷൈ ആവുകയൊക്കെ ചെയ്യുക, ചില കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വീഡിയോസ് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഭയങ്കര രസമുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സിനിമയുടെ പേര് ഞാനിവിടെ ഫ്രണ്ട് സോൺ എന്നിട്ടാണ് സിനിമയുടെ പേര്. ഫ്രണ്ട് സോൺ. അതിൽ ഒരു 3 പെണ്ണുകൾക്ക് അവരൊരു സുഹൃത്തുണ്ട്, ഒരു ചെങ്ങായി. ആ ചെങ്ങായി ഭയങ്കര ഷൈ ആയി ഡ്രോട്ടായി നെർവസായ ചെങ്ങായി. ആ ചെങ്ങായിന് 3 പെണ്ണുകളോട് ശരിയാക്കി എടുക്കുകയാണ്. അതായത് ഇവന് ഒരേ പെണ്ണിന് ഇഷ്ടമാണ്, ഒരുത്തിന് ഇഷ്ടമാണ്. അപ്പോൾ അവളെങ്ങനെ എന്താ പറയുക, സുഖിപ്പിക്കുക, സോപ്പിടാതോ അങ്ങനെയൊക്കെ വിചാരിച്ചത്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുക, ഒരു ഭയങ്കര സിംഗായിരിക്കും. പക്ഷേ പ്രത്യേക മൊമെൻറ്റിൽ പറയുക, നീ വിചാരിക്കുന്ന റിലേഷൻഷിപ്പ് കണ്ടുപിടില്ലേ, ഐ ഹാവ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടാവും. അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സെഡക്റ്റീവായ ഒരുത്തൻ. പക്ഷേ അവൻ ക്രൂവലായിരിക്കും, അത് ഇവൾക്ക് പിന്നീട് മനസ്സിലാവുക. വളരെ സെഡക്റ്റീവായിട്ട് ആണ്. അപ്പോൾ ഇവൻ എന്താ ചെയ്യേണ്ടത് അറിയണം. പിന്നെ അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഇവന് കുറേ ടിപ്സ് പറഞ്ഞു കൊടുക്കും. നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ജിമ്മിൽ പോകാൻ പറയും അവനോട്, ഡാൻസ് കളിക്കാൻ പറയും, അപ്പിയറൻസ് ശ്രദ്ധിക്കാൻ പറയും, ഡ്രസ്സിങ് ശ്രദ്ധിക്കാൻ പറയും, ഇതൊക്കെ. അപ്പോൾ അത് എനിക്ക് ഈ സിനിമ ഇങ്ങനെ ഓർമ്മ വരും. അതായത് എന്നോട് എൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് എൻ്റെ ചങ്കും കേരളകൾ കുറച്ച് ആൾക്കാരില്ലേ, അവരെൻ്റെ ദത്തെടുത്ത പോലെയുണ്ട്. അങ്ങനെ കുറച്ച് ടിപ്സ് ഉണ്ട്, അവരെന്നോട് പറഞ്ഞു തരിക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്തൊക്കെ. എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നു കേട്ടോ ആ കാര്യം. ഞാൻ ഇത് പറയുമ്പോൾ വേറൊരു സിനിമയും കൂടി നമ്മളായിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ടവർ വന്നിട്ടും അത്രയേ ഉള്ളൂ. നമ്മൾ ഓപ്പണായിട്ട് ഇരിക്കുക, നമ്മളിങ്ങനെ മൈൻഡ് തുറന്ന് വെക്കുക, വേണ്ടവർ വന്നോളും. അഥവാ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വരും ചില സമയത്ത്, കാരണം മനുഷ്യരല്ലേ, ഓൺ ആൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. ഇതേപോലെ വേറൊരു സിനിമ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഒരു ഹിന്ദി മൂവിയാണ്. ആ സിനിമയ്ക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, ഞാൻ ഏകദേശം പറഞ്ഞുതരാം എങ്ങനെയാണ്. നായിക ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നായകൻ എന്താ വെച്ചാൽ അവന് ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെയിലി പിന്നാലെ വന്നിട്ട് ഇങ്ങനെ ഇഷ്ടമാണ് രീതി. ഇവൾക്ക് ഇപ്പം നെർവസ് ആയി തോന്നുന്നുണ്ട്, ഇവനോട് ഇവനെ കാണാണ്ടേക്കും. അപ്പോൾ ഇവള് എന്താ ആളെ കാണാണ്ടേവണ് അങ്ങനെ അന്വേഷിച്ചു തുടങ്ങും. പിന്നെയാണ് ഇവൻ്റെ അപ്പിയറൻസ്, ഇവൻ ഒരു കോഴ്സിന് പോയർക്ക്, അതായത് എങ്ങനെ സെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരുത്തിക്ക് നമ്മൾ ഇഷ്ടപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ പോവുക. എന്നിട്ട് അവസാനം അവൻ്റെ ഫുഡ് കഴിക്കണ രീതി, ശൈലി മാറ്റും, അപ്പിയർ ഡ്രസ്സിങ് ശൈലി മാറ്റും, കണ്ണുകളിൽ നോക്കി സംസാരിക്കണ ധൈര്യം ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ളതായിട്ട് അവൻ തിരിച്ചു വരും. അപ്പോൾ ഇവൾക്കത് ഭയങ്കര ഇഷ്ടമാവും ഇവനെ. അതേപോലെ അവളിങ്ങനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യും, പബ്ലിക്കായിട്ട്. അതിനൊക്കെയുള്ള ധൈര്യം അവൻ ഉണ്ടാക്കിപ്പിക്കും ഈ കോഴ്സ് വഴി. അല്ലെങ്കിൽ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കണം ഓരോ കാര്യത്തിലും, എങ്ങനെ ചിരിക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവസാനം ഈ ഒരു ചെങ്ങായി ഉണ്ടാവും, ഇവരെ വല്ലാണ്ട് ബുള്ളി ചെയ്തൊരു ചെങ്ങായി ഉണ്ടാവും. ആ ചെങ്ങായി അന്തോണ്ട് എന്തെങ്ങനെ എന്നിട്ട് അവന് മനസ്സിലാവും ഒരു കോഴ്സിന് പോയിട്ടാണ് എടുക്കരുത്. എന്നിട്ട് അവളോട് പറയും ഇതൊരു കോഴ്സാണ്, ഇങ്ങനെ അതിന് പോയിട്ടാണ്, നോക്കിക്കോ, നിന്നോടാവും എങ്ങനെയോ പെരുമാറുണ്ടാവുക എന്നൊക്കെ പറയും. അപ്പോൾ അവസാനം നോക്കുമ്പോൾ ഇവൾക്ക് വിഷമാവും, ഇവൾ ഉദ്ദേശിച്ച അതേ രീതിയിലാവും മറ്റേ പെരുമാറുന്നുണ്ടായിരിക്കും. പക്ഷെ അവസാന സമയത്ത് അവൻ അതിൻ്റെ ആ സംഗതി മാറ്റിയിട്ട് അവസാനം ഇവർ സെറ്റാവും. അങ്ങനെയാണ് ഒരു സംഗതി. അത് താല്പര്യമുള്ളവർ കാണുക. ഞാൻ ഫുള്ള് കഥ പറഞ്ഞ് കൊള്ളാക്കുന്നുണ്ട്. അപ്പോൾ എന്ന് ഞാൻ എന്നോട് തന്നെ പറയലുണ്ട്, ആളുകളോടും പറയാൻ ശ്രമിക്കലുണ്ട്. നമ്മളെ വേണ്ടവർ വന്നോളും. അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോകും. നമുക്ക് ബാക്കി വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.